ഞാൻ ഒരു അടിപൊളി മാവെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ, അതായത് മലപ്പുറം ഗ്രൂപ്പിൽ ഒരു നമ്മുടെ ഫ്രണ്ട് ഉണ്ട്. അവൻ കുളമ്പ് മാവ് മേടിക്കാൻ പോയി. അപ്പം നേഴ്സറിക്കാരൻ അറിയാണ്ട് കൊടുത്താണ്. അതിൻ്റെ ഇലക്കൊക്കെ കുളമ്പിൻ്റെ ചായ ഉണ്ട്. ഞാൻ അതൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ആശാനൊരു മാവ് മേടിച്ചു കൊടുന്നു. പക്ഷേ ഉണ്ടായി വന്നപ്പോൾ അത് കുളമ്പല്ല. എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചിരുന്നു, ആശാൻ ഇത് കുളമ്പ് മാവാണ് സൈലേടാൻ ചോദിച്ചിരുന്നു. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞിരുന്നത് കുളമ്പ് മാവ് തന്നെയാണെന്നാണ്. പക്ഷേ ഉണ്ടായി കിട്ടിയപ്പോൾ കുളമ്പിനേലും വലിയ രാജാവിനെ കിട്ടിയിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് മാങ്ങകൾ. നല്ല വലിപ്പമുള്ള 1/2 കിലോന് മേലെ തൂക്കുള്ള മാങ്ങകൾ. ഇതുപോലെ കുളമ്പ് പോയാൽ ആകെ 250 ഗ്രാമം കിട്ടുള്ളൂ. ഈ ആശാൻ ജയൻ്റ് കുളമ്പിനാണ് പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ജയൻ്റ് കുളമ്പെന്ന് തന്നെ പല ഇനങ്ങളുണ്ട് കേട്ടോ, പല വെറൈറ്റികളുണ്ട്. അതിലേതോ ഒരു നല്ലൊരു വെറൈറ്റിയാണ് ആശാനെ കിട്ടിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ഈ മാവുമ്മ നിറയെ പിടിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും 4 വർഷമായിട്ടുള്ള ഇത് മേടിച്ച് വെച്ചിട്ട് 4-ാം വർഷം ഇത് പൂത്തു. നമുക്കൊക്കെ 4-ാം വർഷം പൂക്കുമ്പോൾ 2 മാങ്ങ 3 മാങ്ങയൊക്കെ കിട്ടുള്ളൂ. ഇതുമ്പോൾ നോക്കി 2-3 പ്രാവശ്യമായിട്ട് പൂത്തിട്ട് തന്നെ ഉണ്ട്. അതേപോലെ തന്നെ നിറയെ പിടിച്ചിട്ടുണ്ട്. ഒന്ന് നോക്ക്, ഇതിവിടെയൊക്കെ ഈ ആശാൻ മൂത്ത് നിൽക്കുകയാണ്. ഇവനൊക്കെ കാണണ്ടാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ തൂങ്ങി ഒരു 350 മുതൽ 1/2 കിലോ മേലെ തൂക്കം എല്ലാ മാങ്ങകൾക്കും ഉണ്ട്. 1/2 കിലോന് മേലെ ഉണ്ട് ചില മാങ്ങകൾ. എന്തായാലും ഞാൻ ഹാപ്പിയാണ് ഇത് വന്ന് കണ്ടതിൽ. ഇതിൻ്റെ വിത്ത് പോളിയംബ്രോണിക്കാണ്. അപ്പോൾ എന്താ ഏതോ ഒരു ഇനം, അത് കുളമ്പിൽ നിന്ന് മാറിയതായിരിക്കാം, ഏതോ ഒരു ഇനം മാറി വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ചുണയ്ക്കൊക്കെ ഇതുണ്ട്, എന്താ പറയുക, ചുണമണമുണ്ട്, നമ്മുടെ കുളമ്പിൻ്റെ മണമുണ്ട്. അപ്പോൾ കുളമ്പിൻ്റെ തന്നെ ഒരു വേരിയൻ്റാണ് ആശാൻ. നമുക്കൊരു മാങ്ങ പറിക്കാം. ഇവിടെ മൂത്ത് നിൽക്കുന്നുണ്ട്. ഈ ആശാൻ നമുക്കൊന്ന് പറിച്ചാലോ? ഈ ആശാൻ നമുക്ക് പറിച്ച് നോക്കാം. മൂത്തിട്ടുണ്ട്. കറക്റ്റ് കുളമ്പിൻ്റെ മണമാണ്. അപ്പം നേഴ്സറിക്കാരൻ പറ്റിച്ചിട്ടൊന്നുമില്ല, തെറ്റിക്കൊടുത്താണ് കേട്ടോ. തെറ്റിക്കൊടുത്തപ്പോൾ ലോട്ടറി അടിച്ചു, യാതൊരു സംശയം വേണ്ട. ഇതിനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് പഴുപ്പിച്ചിട്ട് കാണിച്ചു തരാം. ഒരെണ്ണം കൂടി ഞാൻ പറിക്കുന്നുണ്ട്, അത് ഞാൻ വീട്ടിൽ പോയിട്ട് 2 കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. ഇത് മലപ്പുറമാണ് സ്ഥലം. എനിക്ക് തിരിച്ച് വീട്ടിലേക്കൊന്ന് എത്തണം കേട്ടോ, വേഗം എത്തണം. അപ്പോൾ നമുക്ക് പോവാം. ഞാൻ അവിടുന്ന് 2 മാമ്പഴം കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ വലിപ്പം ഒന്ന് ജസ്റ്റ് നോക്കിക്കോട്ടെ. ഒരെണ്ണം ഒരു 500 ഗ്രാമിന് മേലെ പോകുന്നുണ്ട്, ഒരെണ്ണം ഒരു 300 ഗ്രാമിന് മേലെ പോകുന്നുണ്ട്. ഞാൻ തൂക്കം കാണിച്ചു തരാം. നമുക്കൊന്ന് നമ്മുടെ മാവായിട്ട് ഇതെല്ലാം എൻ്റെ മാവ്, ഇത് 2 അവിടെ നിന്ന് കൊണ്ടുവന്നാണ്. എല്ലാതും ഏകദേശം എല്ലാതും ഈ ഒരു വലിപ്പത്തിലാണ് അവിടെ നിൽക്കുന്നത്, വീട്ടിൽ നിൽക്കുന്നത്. പക്ഷേ ഞാൻ പഴുത്തത് കണ്ടതുകൊണ്ട് ഒരെണ്ണം ഈ വലിപ്പത്തിൽ പറിച്ചു കൊണ്ടുപോകുന്നത്. ഇത് ഈ വലിപ്പത്തിൽ വളരെ കുറവുള്ളൂ. എല്ലാതും ഈ വലിപ്പത്തിലാണ്, ഒട്ടുമിക്കുന്ന എല്ലാതും ഈ വലിപ്പത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ മാവായിട്ട്, നമ്മുടെ കുളമ്പ് മാവായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മുടെ കുളമ്പ് മാങ്ങര വലിപ്പമാണ് ഈ കാണുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ കുളമ്പ് മാങ്ങര വലിപ്പം. ഇത് ഏകദേശം 250 ഗ്രാം തൂക്കം ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഡബിൾ വലിപ്പമാണ്. ഡബിളിനേലും കൂടുതലുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഞാൻ തൂക്കി നോക്കിയില്ല, ജസ്റ്റ് നമുക്ക് തൂക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധാരണ കുളമ്പും ഈ കുളമ്പും തമ്മിൽ വ്യത്യാസം. ഇതും കുളമ്പ് തന്നെയാണ്. ഇതിൻ്റെ ചുണ സ്മെല്ലും എല്ലാതും ഉള്ളിലത്തെ ടെക്സ്ചറൊക്കെ കുളമ്പ് പോലെ തന്നെയാണ്. മധുരത്തിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്കൊരു ഉറപ്പില്ല. മധുരം നമുക്ക് കഴിച്ചു നോക്കിയിട്ട് അത് അളന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം എത്രത്തോളം വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഉള്ളിലത്തെ ചെറിയ മാമ്പഴമാണ് ഞാൻ മുറിക്കാൻ പോകുന്നത് കേട്ടോ. അതാണ് പഴുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുറിച്ചിട്ട് നമുക്ക് അതിൻ്റെ റിവ്യൂ നോക്കാം. നല്ല ഉറപ്പാണ് കേട്ടോ കഷ്ണങ്ങളൊക്കെ. നല്ല മുറിക്കുമ്പോൾ ഇങ്ങനെ നല്ല എന്താ പറയുക, നല്ല ക്രിസ്പി ആയിട്ടുള്ള കഷ്ണത്തിൽ പോലെ. ഇതിൻ്റെ ഗന്ധമൊക്കെ നമ്മുടെ സാധാ കുളമ്പ് മാവിൻ്റെ അതേ ഗന്ധം തന്നെ. ഉള്ളിൽ പക്ഷേ കുളമ്പിൻ്റെ ആ ഒരു ടെക്സ്ചറല്ല, അതായത് ഇത്തിരി വ്യത്യാസം ഉൾഭാഗത്ത് കാണിക്കുന്നുണ്ട്. ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം. അത് ഇത്തിരി സ്വല്പം കുളമ്പിനേക്കാൾ നാര് കൂടുതലാണ്. പിന്നെ ആ കുളമ്പിൻ്റെ ഒരു 2 കളർ ഉണ്ടല്ലോ, അതിൽ കാണാനില്ല. പക്ഷേ മുറിച്ചപ്പോൾ മണമൊക്കെ വരുന്നത് ആ സെയിം നമ്മുടെ നാട്ടുകുളമ്പിൻ്റെ അതേ മണം തന്നെ വരുന്നത്, വെള്ളക്കുളമ്പിൻ്റെ അതേ മണം തന്നെ വരുന്നത്.
കഴിച്ച് നോക്കാൻ പോവാണ്. ഇതിൻ്റെ സ്വാദ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇപ്പം നമുക്കറിയാം. സ്വാദുണ്ട് കേട്ടോ. മധുരം നമ്മൾ വിചാരിച്ച മാതിരി ഈ സാധാരണ കുളമ്പിൻ്റെ അത്രയ്ക്ക് ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ മധുരത്തിൻ്റെ കേസല്ല, ഫ്ലേവർ കുളമ്പിൻ്റെ ആയതുകൊണ്ട് മധുരം സ്വല്പം കുറഞ്ഞിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരെണ്ണം കഴിച്ചാൽ വയറ് നിറയും. പിന്നെ ഇത് ഇത്തിരി കൂടിയും എൻ്റെ അടുത്ത് അവിടുത്തെ വീട്ടുകാരൻ പറഞ്ഞത് ഇത്രയും പഴുക്കേണ്ട ആവശ്യമില്ല, ഇത് പഴുത്തൊന്നും അറിയില്ല, അതാണ് മെയിൻ പ്രശ്നം. ഇതിനെ പിടിച്ച് നോക്കുമ്പോൾ നല്ല കല്ല് പോലെ ഇരിക്കുന്നതുകൊണ്ട് പഴുത്തൊന്നും അറിയില്ല. പക്ഷേ ഉൾഭാഗം ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ട് ഉൾഭാഗം ഭയങ്കര ജ്യൂസിയാണ്, ഐസ്ക്രീം പോലത്തെ ഒരു ടെക്സ്ചറാണ്. അതിനെ എന്താ പറയുക, ഇതൊന്നുമില്ല, എന്താ പറയുക, കുഴഞ്ഞിരിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ലൂസിൽ അവൻ ഇറങ്ങിപ്പോരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മാമ്പഴം തണുപ്പിച്ച് കഴിച്ചാൽ ഇതിനേലും സ്വാദ് കൂടും തോന്നുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് ഇതിൽ. നമ്മുടെ ഞാൻ മീശക്കാരൻ്റെ ഒക്കെ പറഞ്ഞില്ലേ, ആ കുളമ്പിൻ്റെ ആ മണത്തിൻ്റെ ഉള്ളിൽ കൂടെ ആ മീശക്കാരൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി കയറി വരുന്നുണ്ടോ എന്ന് ചെറിയ സംശയമുണ്ട്. സംഭവം നല്ലതാണ്. അവൻ ലക്കി അടിച്ചു. കാരണം മാറി കിട്ടിയ മാമ്പഴം കുളമ്പിന് പോയിട്ട് കുളമ്പല്ല കിട്ടിയത്. കുളമ്പ് ഇനി വീണ്ടും മേടിക്കാൻ പറ്റും, പക്ഷേ ഇവനെ ചിലപ്പോൾ തപ്പിപ്പോയി കിട്ടിയെന്ന് വരില്ല. ഇത് ലക്കിൽ ലോട്ടറി അടിച്ചതാണ്, യാതൊരു സംശയമില്ല. നമുക്ക് മധുരം ഇളക്കാം കേട്ടോ. ഇനി കൂടുതൽ കഴിച്ചാൽ നിങ്ങളെ പോലെ എൻ്റെ വൈഫാണ് ഷൂട്ട് ചെയ്യുന്നത്, അവൾക്കും കൊതി ഇളകും. ഞാനിപ്പോൾ മധുരം ഇളക്കാം. മാമ്പഴത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ട് ഞാനിതിൽ വെക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, അതിൻ്റെ ബ്രിക്സ് നോക്കാം കേട്ടോ. 18.5 ആണ് ബ്രിക്സ് കാണിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, 18.5 ആണ്. ഇത് അത്ര കുറവ് മധുരമൊന്നുമല്ല. ഈ 20 ആണ് നമ്മുടെ മാമ്പഴത്തിൻ്റെ യഥാർത്ഥ നല്ല സ്വാദായിട്ട് വരുന്ന മധുരം. പക്ഷേ 18.5 ഫ്ലേവർ വെച്ച് വരുമ്പോൾ നല്ല മധുരം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളൊരു കുളമ്പ് വർഗ്ഗം കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പ് ഒരു 5-8 കുളമ്പ് ഇനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നീലക്കുളമ്പ്, സ്വർണ്ണക്കുളമ്പ്, മഞ്ഞക്കുളമ്പ്, ഐവറി കുളമ്പ് എന്നൊക്കെ പറഞ്ഞ് 5-8 ഇനങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു രാജാവ് കൂടി വന്നിരിക്കുകയാണ്. ഇതിനെ രാജാവ് തന്നെ ഏകദേശം വിളിക്കേണ്ടി വരും. കാരണം ഇതും അത്യാവശ്യം നല്ല മാമ്പഴമാണ്. ഒരു മാമ്പഴം കഴിച്ചാൽ 1-2 പേരുടെ വയറ് നിറയും. അപ്പോൾ ഇത് സ്ഥലമുള്ളവർ നട്ട് വളർത്താൻ തന്നെ ശ്രമിക്കുക. നല്ല മാമ്പഴമാണ്. 18.5 ബ്രിക്സ് എന്ന് പറയുന്നത് നല്ല മധുരം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ, കുളമ്പിൻ്റെ ഫ്ലേവറും ഒരു ചെറിയ നാട്ടുമാവിൻ്റെ ഫ്ലേവറും കൂടി വരുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ 2 ഫ്ലേവറും കൂടി വരുമ്പോൾ ഈ മാമ്പഴം നല്ല രുചിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. സാധിക്കുന്നവർ ഇതിൻ്റെ തൈ സംഘടിപ്പിച്ചിട്ട് നട്ട് വളർത്താൻ ശ്രമിക്കുക. ഞാൻ ചോദിക്കട്ടെ അവൻ്റെ അടുത്ത്, അവൻ തൈ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ. അവൻ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഞാൻ അതിൻ്റെ തൈ ഉണ്ടാക്കി തരാം. ഒപ്പം ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരിക. അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.